Hi everyone. ഇത് നമ്മൾ മാത്സിലെ 10ാമത്തെ ചാപ്റ്റർ ആയ സ്ട്രെയിറ്റ് ലൈൻസിലെ രണ്ട് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് പ്രോബ്ലംസ് ചെയ്യുന്നത് വഴി വേറൊരു ലൈന് പാരലലോ പെർപെൻഡിക്കുലറോ ആയ ഒരു ലൈൻ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലാകും. ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. വാട്ട് ഈസ് എ ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ? The general equation of a line is ax plus by plus c is equal to 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ലോപ്പ്. ഹൗ ടു ഫൈൻഡ് സ്ലോപ്പ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. അതോടൊപ്പം തന്നെ എക്സ് ഇന്റർസെപ്റ്റ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ എ ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ ബി. രണ്ട് ലൈൻസ് പാരലൽ വരികയാണെങ്കിൽ ആ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയി വരികയാണെങ്കിൽ ആ രണ്ട് ലൈനിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഈ പാഠത്തിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിപ്പിക്കുകയുണ്ടായി. അതിലൊരു ഇക്വേഷൻ ആണ് പോയിന്റ്സ് ലോ ഫോം. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് പോയിന്റ്സ് ലോ ഫോം? പോയിന്റ്സ് ലോ ഫോം ഈസ് ഈക്വൽ ടു y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. അടുത്തതായി any line parallel to ax plus by plus c is equal to 0 is of the form ax plus by plus k is equal to 0. ഏതെങ്കിലും ഒരു ലൈൻ ax plus by plus c is equal to 0 എന്ന ലൈന് പാരലൽ വരികയാണെങ്കിൽ ആ ലൈൻ എന്ന് പറയുന്നത് ax plus by plus k is equal to 0 എന്ന ഫോമിലായിരിക്കും. അതോടൊപ്പം തന്നെ any line perpendicular to ax plus by plus c is equal to 0 is of the form bx minus ay plus k is equal to 0. ഏതെങ്കിലും ഒരു ലൈൻ ax plus by plus c is equal to 0 എന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ ആ ലൈൻ bx minus ay plus k is equal to 0 എന്ന ഫോമിലായിരിക്കും. ഇക്വേഷൻസിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ദ ഗിവൺ ലൈൻ 2x plus 3y plus 5 is equal to 0 and passing through the point 2, 2. 2x plus 3y plus 5 is equal to 0 എന്ന ലൈനിന് പാരലലുമാണ് ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 2. 2, 2 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. m is equal to minus a by b. ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്, b എന്ന് പറയുന്നത് 3 ആണ്. സോ മൈനസ് a by b is equal to minus 2 by 3. പോയിന്റ് സ്ലോപ്പ് ഫോം is equal to y minus y1 is equal to m into x minus x1. y എന്ന് പറയുന്നത് 2 ആണ്, x1 എന്ന് പറയുന്നത് 2 ആണ്, m കണ്ടുപിടിച്ചു minus 2 by 3. സോ y മൈനസ് y1 സ്ഥാനത്ത് 2, m സ്ഥാനത്ത് minus 2 by 3, x1 സ്ഥാനത്ത് 2. y minus 2 is equal to minus 2 by 3 into x minus 2. 3നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. 3 into y minus 2 is equal to minus 2 x minus 2 into x minus 2. ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 3y minus 3 into minus 2 minus 6 is equal to minus 2 into x minus 2x plus minus 2 into minus 2 into minus 2 plus 4. minus 2x-നെയും പ്ലസ് 4-നെയും ലെഫ്റ്റ് സൈഡിലായിട്ട് കൊണ്ടുപോകാം. minus 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 2x-ഉം പ്ലസ് 4 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ minus 4 ആവും. 2x plus 3y minus 6 minus 4 minus 6 minus 4 minus 10 ആണ്. സോ ഇക്വേഷൻ 2x plus 3y minus 10 is equal to 0 എന്നാണ്. സെക്കൻഡ് മെത്തേഡ് നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. എനി ലൈൻ പാരലൽ ടു ax plus by plus c is equal to 0 is of the form ax plus by plus k is equal to 0. ax plus by plus c is equal to 0 എന്ന ലൈനിന് പാരലൽ ആണെങ്കിൽ ആ ലൈൻ ax plus by plus k is equal to 0 എന്ന ഫോമിലായിരിക്കും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് 2x plus 3y plus 5 is equal to 0 ആണ്. അതിനെ ax plus by plus k is equal to 0 എന്ന ഫോമിലേക്ക് എഴുതുമ്പോൾ 2x plus 3y plus k is equal to 0 എന്നാകും. ഇതിനെ നമ്മൾ x 2 into x എന്ന് പറയുന്നത് 2 ആണ്, y എന്ന് പറയുന്നത് 2 ആണ്. 2 into 2 plus 3 into 2 plus k is equal to 0 എന്ന് എഴുതുക. 2 into 2 4, 3 into 2 6, 4 plus 6 10, 10 plus k is equal to 0. 10നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, -10 ആവും. എന്നിട്ട് ഈ ഇക്വേഷന്റെ കെന്റെ സ്ഥാനത്ത് -10നെ പ്ലേസ് ചെയ്യാം. സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് ഈക്വൽ ടു 2x plus 3y minus 10 is equal to 0 എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം.
Find the equation of the line perpendicular to the line x minus 7y plus 5 is equal to 0 and having x-intercept 3. X-intercept 3 എന്ന് പറയുമ്പോൾ അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് 3, 0 ആണ്. ആദ്യം പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്യുന്നെങ്കിൽ നോക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പിന്റെ ഇക്വേഷൻ മൈനസ് എ ബൈ ബി അറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -7 ആണ്. സോ -1/-7 മൈനസും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7. ഏതെങ്കിലും രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആയി വരികയാണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പം 1/7 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴായിരിക്കും -1 കിട്ടുക നോക്കാം. അതായത് അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ, അതായത് -7. അപ്പം സ്ലോപ്പ് ഓഫ് ദിസ് പെർപെൻഡിക്കുലർ ലൈൻ ഈസ് ഈക്വൽ ടു -7 ആയിട്ട് വരും. എന്നിട്ട് പോയിന്റ് സ്ലോപ്പ് ഫോമിലേക്ക് പ്ലേസ് ചെയ്യാം. y - y1 3, 0 ആണ് പോയിന്റ്. അപ്പം y എന്ന് പറയുന്നത് 0, x എന്ന് പറയുന്നത് 3 ആയിരിക്കും. എമ്മിന്റെ സ്ഥാനത്ത് സ്ലോപ്പിന്റെ സ്ഥാനത്ത് -7. y - 0 y ആയിരിക്കും. -7 into x -7x -7 into -3 that is equal to +21. -7x-നെയും +21-നെയും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ -7x plus 7x +21 -21 ആവും. 7x plus y -21 is equal to 0 എന്നാവും. സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഈ പോയിന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനി ലൈൻ പെർപെൻഡിക്കുലർ ടു ax plus by plus c is equal to 0 is of the form bx minus ay plus k is equal to 0. ax plus by plus c is equal to 0 എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ലൈൻ bx minus ay plus k is equal to 0 എന്ന ഫോമിലായിരിക്കും. അപ്പം നമ്മൾ ലൈൻ എന്ന് പറയുന്നത് x minus 7y plus 5 is equal to 0 ആണ്. അതിന് bx minus ay plus k is equal to 0 എന്ന ഫോമിലേക്ക് എഴുതാം. b എന്ന് പറയുന്നത് -7x minus y ആയിട്ട് മാറും. x 1 ആണ്. സോ -y plus k is equal to 0 എന്നാകും. നമ്മൾ പ്ലേസ് ചെയ്യാം. എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക, വൈന്റെ സ്ഥാനത്ത് 0. -7 into 3 -0 plus k is equal to 0. -7 into 3 -21 plus k is equal to 0. k നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ 21 ആവും. k is equal to 21. നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനിലേക്ക് kന്റെ സ്ഥാനത്തേക്ക് 21 പ്ലേസ് ചെയ്യാം. -7x -y plus 21 is equal to 0. അല്ലെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യാം. 7x plus y -21 is equal to 0. ഇത് പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Thank you.